everyone. അപ്പോൾ എൻ്റെ ക്ലാസ് 5ലെ കുട്ടികൾക്ക് എക്സാമിന് ഉറപ്പായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു തോട്ട്സ് റൈറ്റിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉറപ്പാണ് 99% ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഈ തോട്ട്സ് എവിടെ നിന്നാണ് ചോദിക്കുക? ആര്യ ഇൻ ദ കോക്പിറ്റ് എന്നുള്ള ചാപ്റ്റർ എൻ്റെ മക്കൾ പഠിച്ചതല്ലേ, അതിൽ നിന്നും ആര്യയുടെ തോട്ട്സ് ആയിരിക്കും നമ്മളോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Arya dreams of flying through the air like Rosamma. What does it feel like to be up so high? What do you think she might see from up there? Write down the thoughts of Arya. അപ്പോൾ ആര്യയ്ക്ക് കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ റോസമ്മേനെ പോലെ ഇങ്ങനെ ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള റോസമ്മേനെ പോലെ ഇങ്ങനെ പറന്ന് നടക്കണം എന്നായിരുന്നു നമ്മുടെ ആര്യക്കുട്ടിയുടെ ആഗ്രഹം അല്ലെ. അപ്പൊ ആര്യ റോസമ്മേനെ പോലെ പറക്കുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കാണാണ്. സോ വാട്ട് ഡസ് ഇറ്റ് ഫീൽ ലൈക്ക് ടു ബി അപ്പ് സോ ഹൈ അല്ലെ. അത്രയും ഉയരത്തിൽ പറക്കുമ്പോൾ എന്തായിരിക്കും അവൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ഫീലിംഗ്? വാട്ട് ഡു യു തിങ്ക് ഷീ മൈറ്റ് സീ ഫ്രം അപ്പ് ദർ? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മുടെ ആര്യയ്ക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടാവുക? റൈറ്റ് ഡൗൺ ദ തോട്ട്സ് ഓഫ് ആര്യ. ആര്യയുടെ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തോട്ട്സ് എഴുതുമ്പോൾ എൻ്റെ മക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിലായിരിക്കണം. എന്താ മിസ് ഈ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഇത്രയും കാര്യം ആലോചിച്ചാൽ മതി. ആര് ചിന്തിക്കുന്ന പോലെയാണല്ലേ നമ്മൾ തോട്ട്സ് എഴുതേണ്ടത്. അപ്പൊ ആരായിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, ബി ദ ക്യാരക്ടർ. നമ്മൾ ആ ഒരു ക്യാരക്ടർ ആയിട്ട് വേണം തോട്ട്സ് എഴുതാൻ. അപ്പൊ ഐ, മൈ, മീ, വി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ലാംഗ്വേജ് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ആര്യ, ഷീ എന്നല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ആര്യായിട്ട് വേണം ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആര്യ ആ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ ചിന്തിക്കുക അങ്ങനെ വേണം നിങ്ങൾ എഴുതാൻ. റെഡി? ആൻഡ് കൺവേ ദ റൈറ്റ് ഇമോഷൻ ഓഫ് ദ ക്യാരക്ടർ. ക്യാരക്ടറിന്റെ കറക്റ്റ് ഇമോഷൻ കൺവേ ചെയ്യണം. ഇപ്പൊ സങ്കടമാണെങ്കിൽ സങ്കടം, സന്തോഷമാണെങ്കിൽ സന്തോഷം. ഇവിടെ ആര്യ വളരെ എക്സൈറ്റ്മെന്റിലായിരിക്കും അല്ലെ, ആവേശത്തിലായിരിക്കും. സോ ആ ഒരു റൈറ്റ് ഇമോഷൻ നിങ്ങൾ കൺവേ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇൻക്ലൂഡ് ഇവന്റ്സ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ സ്റ്റോറി. സ്റ്റോറിയിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യത്തിനൊക്കെ പറ്റിയിട്ടാണ് തോട്ട്സ് എഴുതേണ്ടതെങ്കിൽ ആ ഒരു സ്റ്റോറിയിൽ നടക്കുന്ന ഇവന്റ്സ് ഒക്കെ തോട്ട്സിലൂടെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. എക്സ്ക്ലമേറ്ററി സെന്റൻസുകളും ബ്രോക്കൺ സെന്റൻസുകളും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഇമോഷൻ കാണിക്കാൻ വേണ്ടി, ആശ്ചര്യം, ഷോക്കോ, അത്ഭുതമൊക്കെ കാണിക്കാൻ വേണ്ടി എക്സ്ക്ലമേറ്ററി സെന്റൻസുകളും, ഇപ്പൊ സങ്കടമൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെ ബ്രോക്കൺ ആയിട്ട് പറഞ്ഞ് തീരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു 3 ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ബ്രോക്കൺ സെന്റൻസുകളായി അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ നമുക്ക് നോക്കിയാലോ. I close my eyes and imagine flying high in the sky, just like Rosamma. Wow, it feels so free. I'm like a bird soaring through the soft clouds. The wind rushes past my face, cool and gentle. Okay? I close my eyes and imagine flying high in the sky. ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചു വെച്ചിട്ട് ആകാശത്തിൽ ഉയരത്തിൽ പറക്കുന്നത് ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ, ജസ്റ്റ് ലൈക്ക് റോസമ്മ, റോസമ്മേനെ പോലെ ഇങ്ങനെ പറക്കുന്നത് ഇമാജിൻ ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെയാ തോന്നുന്നത്? Wow, it feels so free. എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് തോന്നുന്നു. I am like a bird അല്ലെ, ഞാനൊരു പക്ഷീനെ പോലെ. soaring through, soaring എന്ന് പറഞ്ഞാൽ എന്താ? ഉയരത്തിൽ ഉയർന്നു പൊങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? soar ചെയ്യാന്ന് പറയാ. soaring through the soft clouds അല്ലെ, ആ ഒരു പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളുടെ ഇടയിലൂടെയൊക്കെ ഞാൻ ഇങ്ങനെ പറന്നു പോവാണ്. and the wind rushes past my face. എൻ്റെ മുഖത്തിൻ്റെ കൂടെയൊക്കെ കാറ്റ് ഇങ്ങനെ അടിക്കുകയാണ്. കൂൾ ആൻഡ് ജെന്റിൽ അല്ലെ, വളരെ തണുത്ത വളരെ സൗമ്യമായിട്ടുള്ള കാറ്റ് എൻ്റെ മുഖത്ത് കൂടെയൊക്കെ ഇങ്ങനെ അടിച്ചു പോവാണ്. From up here I see everything so small below അല്ലെ, എനിക്ക് ഇവിടുന്ന് താഴെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ സ്മോൾ ആയിട്ടാണ്, ചെറുതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ദ ഹൗസസ് ലുക്ക് ലൈക്ക് ലിറ്റിൽ ടോയ്സ്. വീടുകളൊക്കെ ചെറിയ ടോയ്സ്, കളിപ്പാട്ടങ്ങൾ പോലെയാണ്. ആൻഡ് ദ റോഡ്സ് ആർ ടൈനി ലൈൻസ്. റോഡ്സ് എന്താണടാ? ടൈനി ലൈൻസ് അല്ലേ. ടൈനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ലിറ്റിൽ എന്നാണ് കേട്ടോ. വെരി ലിറ്റിൽ, ചെറിയ ലിറ്റിൽ വരകൾ പോലെയാണ് നമ്മുടെ റോഡ്സ് തോന്നുന്നത്. ഐ സീ ഗ്രീൻ ഫീൽഡ്സ്, ഷൈനിങ് റിവേഴ്സ് ആൻഡ് ടാൾ ട്രീസ് ദാറ്റ് ലുക്ക് സോ സ്മോൾ ഫ്രം വേ അപ്പ് ഹിയർ. ഓക്കെ, അപ്പൊ എനിക്ക് ആ പച്ച വിരിച്ച പാടങ്ങളും നല്ല തിളങ്ങുന്ന റിവേഴ്സും വലിയ വലിയ മരങ്ങളും ഒക്കെ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ദ വേൾഡ് സീംസ് സോ ബിഗ് ആൻഡ് പീസ്ഫുൾ. ലോകം വളരെ വലുതായിട്ടാണ് എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. മേ ബി ഐ ക്യാൻ ഈവൻ സീ ദ മൗണ്ടെയിൻസ് ആൻഡ് ദ ഓഷ്യൻ. ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ ആം ഫ്ലോട്ടിംഗ് ഇൻ എ ഡ്രീം. എവറിത്തിങ് കാം ആൻഡ് ബ്യൂട്ടിഫുൾ. ഐ ലവ് ബീങ് അപ്പ് ഹിയർ അല്ലെ. അപ്പൊ
എനിക്ക് എന്താണ് എനിക്ക് ഇനി കുറച്ചും കൂടി ഉയരത്തിൽ പോയാലും മലകളും ഓഷ്യനും ഒക്കെ എനിക്ക് കാണാൻ പറ്റുമായിരിക്കും. ആൻഡ് എനിക്കിതൊരു സ്വപ്നത്തിൽ ഞാൻ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് പോലെയാണ്, ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ ഉയരത്തിൽ പറക്കുക എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ആയിരിക്കില്ലേ നമ്മുടെ ആര്യക്കുട്ടിയുടെ ചിന്തകൾ പോവുക. അപ്പൊ അവൾ പറക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തിട്ട് എന്തൊക്കെയാണ് അവൾ കാണാൻ ചാൻസ് ഉള്ളത് എന്നാണല്ലേ നമ്മളോട് തോട്ട്സ് ആയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മക്കൾക്ക് എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ മിസ്സിന്റെ ഒരു യെല്ലോ ഹാർട്ട്സ് എല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്യുമ്പോഴാണ് മിസ്സുമാരോട് എത്ര സ്നേഹം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. ആൻഡ് അതിനൊക്കെ മിസ് റിപ്ലൈ തരുന്നതാണ്. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫൈ മീ കൂടി ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക ചാനലിൽ ലൈവ്സിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ എല്ലാ ദിവസവും 7 മണിക്ക്, കൃത്യം രാത്രി 7 മണിക്ക് നമ്മുടെ എക്സാമിന്റെ തലേന്നുള്ള എന്നാണോ എക്സാം അതിന്റെ ഒരു സബ്ജക്റ്റിന്റെ തലേന്ന് രാത്രി 7 മണിക്ക് കൃത്യം നമ്മൾ ലൈവ് വെക്കുന്നതാണ്. സോ അതും കൂടി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം. ബൈ.